ഹായ് നമസ്കാരം, ഞാൻ ഗനീബ് അബ്ദുൽ ലത്തീഫ്. റാക്ക് സെന്ററിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതിനുശേഷം അവിടുത്തെ സ്റ്റുഡിയോ കംപ്ലീറ്റ് സോൾഡ് ഔട്ട് ആയി. ഇനി സ്പെഷ്യൽ ആയിട്ടുള്ളത് 2 സ്റ്റുഡിയോ മാത്രമാണ്. അപ്പോൾ ആ 2 സ്റ്റുഡിയോ എന്ന് പറയുന്നുണ്ടെങ്കിൽ 849,000 ഒരു 859,000 2 സ്റ്റുഡിയോകളാണ് ഇനി അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ അവിടെ നിലവിൽ നമുക്ക് കൊടുക്കാനുള്ള യൂണിറ്റുകൾ എന്ന് പറഞ്ഞാൽ 1 ബെഡ്റൂം ആളും 2 ബെഡ്റൂം ആളുമാണ്. 1 ബെഡ്റൂം ആൾ സ്റ്റാർട്ട് ആവുന്ന പ്രൈസ് 1,149,900 2 ബെഡ്റൂം ആൾ സ്റ്റാർട്ട് ആവുന്ന പ്രൈസ് 1,499,000 ആണ്. വളരെ പെട്ടെന്നാണ് നമ്മുടെ യൂണിറ്റുകൾ വിറ്റ് തീർന്നത്. അപ്പോൾ അതിനകത്ത് ഞങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടെന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. താങ്ക് യു. നിങ്ങളുടെ സപ്പോർട്ട് അതിന് കിട്ടിയിട്ടുണ്ട്. കൂടാതെ കൂടുതൽ പേര് ചോദിച്ച പേഴ്സണലായിട്ട് അന്വേഷിച്ച കാര്യങ്ങളിലാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അതിൽ പ്രധാനമായിട്ടും ചോദിച്ചൊരു ചോദ്യമാണ് ഈ ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥ സാധ്യത, അതെങ്ങനെയാണ് പിന്നീട് പ്രശ്നമാകുമെന്നൊക്കെ. 100% ഓണർഷിപ്പോട് കൂടിയിട്ടാണ് ഈ ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടിയുടെ ടൈറ്റിൽ ഡീഡ് ഈ ഇൻവെസ്റ്റർക്ക് ലഭിക്കുന്നത്. അതായത് ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി അയാൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന, ഇവിടുത്തെ ഒരു നാഷണലിന്, ഇവിടുത്തെ ഒരു ലോക്കൽ പേഴ്സണ് അയാൾക്ക് ഈ ഭൂമി ഇവിടുത്തെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം എങ്ങനെയാണോ അതുപോലെ തന്നെ ഉടമസ്ഥാവകാശം ഉള്ള പ്രോപ്പർട്ടിയാണ് ഈ ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി ഈ ഇൻവെസ്റ്റർ അപേക്ഷിച്ച്. അത് ഏത് രാജ്യക്കാരനാണെങ്കിലും 150ഓളം രാജ്യക്കാര് ഇവിടെ ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടിയിൽ ഉടമസ്ഥാവകാശമുള്ളവരുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് ചോദിച്ചൊരു സംശയമാണ് എങ്ങനെ അവരുടെ ആബ്സെൻസിൽ ഇവിടെ നിന്ന് ഈ പ്രോഫിറ്റ് അവർക്ക് എങ്ങനെ ലഭിക്കും. അവരോട് ഇൻവെസ്റ്റ് ചെയ്തു, ആ പ്രോഫിറ്റ് ഇപ്പൊ അവരുടെ ആബ്സെൻസ് ഉണ്ടായി, ഏത് വിധത്തിലുള്ള ആബ്സെൻസ് ആയിക്കോട്ടെ, ഒരു രാജ്യത്തില്ലാത്തൊരവസ്ഥയിൽ എങ്ങനെ അവർക്ക് ലഭിക്കുന്നു. അതിന് കൃത്യമായ ഉത്തരവാണ് 20 വർഷമായിട്ട് ഈ മേഖലയിൽ പരിചയസമ്പത്തുള്ള ഞങ്ങളുടെ സ്ഥാപനം ജുൽഫ റിയൽ എസ്റ്റേറ്റ് അതുപോലെയുള്ള മറ്റ് സ്ഥാപനങ്ങളും ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റിന്റെ ഒരു കോപ്പി, ഒരു കൺസേൺ ലെറ്ററും നമ്മളുടെ ഓഫീസിൽ ഏൽപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ പ്രോപ്പർട്ടി റെന്റ് ചെയ്യുകയും മെയിന്റനൻസ് ചെയ്യുകയും ചെയ്ത് ഒരു ചെറിയ ഫീസ് മാത്രം ഈടാക്കിക്കൊണ്ട് ഇതിന്റെ പ്രോഫിറ്റ് അവർക്ക് അവരുടെ അക്കൗണ്ടിൽ ഏത് രാജ്യത്തായിക്കോട്ടെ എത്തിച്ചു കൊടുക്കും. അപ്പോ ആ കാര്യത്തിൽ മറ്റൊരു സംശയം വേണ്ട. ഇത് നമുക്ക് നമ്മുടെ നാട്ടിലിങ്ങനെ പഴഞ്ചൊല്ല് പറയൂലേ, കിണറിനകത്ത് ഇറങ്ങിയിട്ട് വെള്ളം കുടിക്കേണ്ട കാര്യമില്ല, നമുക്ക് കോരി കുടിച്ചാൽ പോരെയെന്ന്. അപ്പൊ ഇവിടെ തന്നെ അവര് നിൽക്കണമെന്നൊന്നുമില്ല, നമ്മളത് എത്തിച്ചു കൊടുക്കും. അതാണ് ഈ ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടിയുടെ ആബ്സെൻസിലുള്ള അവരുടെ വരുമാനം നിലച്ചു പോകുമെന്നുള്ള ഒരു ഭയത്തിന് ഉള്ള ഉത്തരം. നിങ്ങൾക്കറിയാമോ, റാസൽ ഖൈമയിൽ 4 ലക്ഷം പേരാണ് ഇതുവരെയുള്ള പോപ്പുലേഷൻ. അത് 2030 കൂടിയിട്ട് 2030 ആവുന്നതോട് കൂടിയിട്ട് അത് 6,50,000 പേരാവുക. അതിനുള്ള അക്കോമഡേഷൻ കൊടുക്കാൻ റാസൽ ഖൈമ ഈ റീജിയനിൽ ഇല്ല. ഇപ്പോ ആളുകൾ താമസിച്ച് വരുന്നത്, ദുബായിൽ താമസിച്ച് ഒരു അരമണിക്കൂർ യാത്ര ദൂരമാണ് റാസൽ ഖൈമയും ദുബായും തമ്മിലുള്ളത്. റാസൽ ഖൈമ എയർപോർട്ടിൽ നിന്ന് ദുബായിക്കും, ദുബായ് എയർപോർട്ടിൽ നിന്ന് റാസൽ ഖൈമയിലേക്കുള്ള ദൂരം എന്ന് പറയുകയാണെങ്കിൽ 30 to 45 മിനിറ്റ്സ് ആണ്. അപ്പൊ ഇതിന്റെ ദൂരം കുറഞ്ഞു കഴിഞ്ഞു. അപ്പോ ഇൻവെസ്റ്റേഴ്സ് കൂടുതലായിട്ട് വരികയാണ്. അപ്പൊ നിങ്ങളും നിങ്ങളുടെ പാർട്ട് ചെയ്യുക, നിങ്ങൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുക, നല്ല ലാഭം നേടുക. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജുൽഫ റിയൽ എസ്റ്റേറ്റ്, റാസൽ ഖൈമ.